2017 ഫെബ്രുവരി 17 അന്നാണ് കേരള മനസാക്ഷി ഞെട്ടിച്ച ആ സംഭവം നടന്നത്. പ്രമുഖ മലയാള നടിയെ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ ക്രിമിനൽ സംഘം തട്ടിക്കൊണ്ടുപോയി. 1 മണിക്കൂറിലധികം വാഹനത്തിൽ കറങ്ങുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. നടി ആദ്യം സംവിധായകൻ ലാലിന്റെ വീട്ടിൽ അഭയം തേടുകയും പിന്നീട് MLA PT തോമസിന്റെ സഹായത്തോടെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കേസിൽ 1-ാം പ്രതിയായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള പൾസർ സുനിയായിരുന്നു. സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഇയാളെ ആലുവ കോടതിയിൽ കീഴടങ്ങാൻ ശ്രമിക്കവേ പോലീസ് പിടികൂടി. ആദ്യ മൊഴിയിൽ തട്ടിക്കൊണ്ടുപോകലാണെന്ന് പറഞ്ഞെങ്കിലും മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കേസിനെ ഒരു ഗൂഢാലോചനയിലേക്ക് വഴിതിരിച്ചു. പ്രമുഖ നടൻ ദിലീപിന്റെ പേര് സംശയത്തിന്റെ നിഴലിലായി. നടിയോട് മുൻവൈരാഗ്യമുണ്ടായിരുന്ന ദിലീപ് പകവീട്ടിയതാകാം എന്ന സൂചനകളെ തുടർന്ന് നിർണായക ഡിജിറ്റൽ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ 2017 ജൂലൈയിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിലീപിനെ കേസിൽ 8-ാം പ്രതിയായി ചേർത്തു. 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. കേസിന്റെ വിചാരണ അതിവേഗം പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പ്രധാന തെളിവായ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നിർണായക ദൃശ്യങ്ങളുടെ പകർപ്പ് പ്രതിക്ക് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചു. ഒരു നടിക്ക് നേരിടേണ്ടി വന്ന അതിക്രമം എന്നതിലുപരി സിനിമാ മേഖലയിലെ അധികാര സ്വാധീനത്തെ ചോദ്യം ചെയ്യുന്ന ഈ കേസിന്റെ അന്തിമ വിധി രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.